സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോട്ടറി മേഖലയെ സംരക്ഷിക്കാൻ നടപടി വേണം. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഓണറേറിയം മുടങ്ങിയതിൽ പ്രതിഷേധം. ആശാവർക്കർമാർ കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാവണേശ്വരം കുന്നുപാറയിൽ വൈദ്യുതി കിട്ടാക്കനി. സെക്ഷൻ ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ജില്ലയിൽ മൂലകോശത്തിനായി കാത്തിരിക്കുന്നത് 6 കുരുന്നുകൾ. മൂലകോശ നിർണയത്തിനായി സുഹൃത്തിന്റെ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ക്യാമ്പ് ഒരുക്കി. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് സമാപനം. ചരിത്രപ്രസിദ്ധമായ കമ്മാടം മഖാമുറൂസിന് തുടക്കമായി. കിഴക്കുംകര ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ടോത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. സർക്കാർ ഏർപ്പെടുത്തിയ അധിക നികുതി പിൻവലിക്കണമെന്ന ആവശ്യം കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഏപ്രിൽ 29 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. ലോട്ടറി മേഖലയെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കൺവെൻഷൻ തീരുമാനിച്ചു. ശ്രമിക് ഭവനിൽ നടന്ന കൺവെൻഷൻ AITUC നേതാവ് V. ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാവരും. സേവനനിധിയുമായി ബന്ധപ്പെട്ട് 2012 ഞങ്ങൾ പാർലമെന്റ് മാർച്ചടക്കം നടത്തിയത്. അത് നിങ്ങൾ കൂട്ടുന്നുണ്ടാവും. അന്ന് സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ അംഗബലമൊക്കെ. എന്നാൽ ഇന്ന് ഈ മേഖലയിലെ 7ഓളം യൂണിയനുകൾ വളരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ സേവന നിധി അടക്കമുള്ള കാര്യങ്ങൾക്ക് സംയുക്തമായി പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ സംരക്ഷണ നടത്തി. വിവിധ യൂണിയൻ നേതാക്കളായ B. സത്യനാഥ്, K. ചന്ദ്രശേഖരൻ, MG ദിനേശൻ, C. സുനിൽകുമാർ, K. മധുസൂദനൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. K. പ്രഭാകരൻ സ്വാഗതവും PV ഹരികുമാർ നന്ദിയും പറഞ്ഞു. ഓണറേറിയം മുടങ്ങി. ആശാവർക്കേഴ്സ് യൂണിയൻ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കാസർഗോഡ് ജില്ലാ ആശാവർക്കേഴ്സ് യൂണിയൻ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശാവർക്കർമാർക്ക് കഴിഞ്ഞ 15 മാസത്തോളമായി ലഭിക്കേണ്ട ഓണറേറിയം ഇതുവരെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. VV പ്രസന്നകുമാരി സമരം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രിയും CITUവിന്റെ നേതാക്കളും തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആശമാർക്ക് 2014 ഓണറേറിയം 900 രൂപ വെച്ച് കൊടുക്കാനും അത് പിന്നീട് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുമുള്ള ഉറപ്പോടുകൂടിയാണ് നാം അന്ന് ആ സമരം അവസാനിപ്പിച്ചത്. അത് ജനുവരി മാസത്തിൽ തന്നെ ആശമാരുടെ കൈകളിൽ കിട്ടും എന്നുള്ള ഉറപ്പാണ് അന്ന് നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ നമുക്കറിയാം 2015 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസമായിരിക്കുകയാണ്. കഴിഞ്ഞ 16 മാസമായിട്ട് ആശമാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 26-ാം തീയതി വീണ്ടും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാർച്ച് നടത്തുമ്പോൾ രാജ്യത്താകമാനവും ടെലിവിഷൻ സ്ക്രോളിംഗ് കൊടുക്കുകയായിരുന്നു. M. ശാന്തകുമാരി അധ്യക്ഷയായി. KCK ഷീബ സ്വാഗതം പറഞ്ഞു. KK രുക്മിണി, T. ബിന്ദു, M. മഞ്ജു എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. വോൾട്ടേജ് ക്ഷാമത്തിൽ പൊറുതിമുട്ടി കുന്നുപാറ പ്രദേശം. കുടിവെള്ളം മുടങ്ങിയ നാട്ടുകാർ ചിത്താരി വൈദ്യുതി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മാസങ്ങളായി രാവണേശ്വരത്തെ കുന്നുപാറ പ്രദേശത്തുകാർ വോൾട്ടേജ് ക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുകയാണ്. വെള്ളത്തിനായി കുഴൽക്കിണറിനെ ആശ്രയിക്കുന്ന ഇവിടുത്തുകാർക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. പരാതി പറഞ്ഞു മടുത്തിട്ടും നടപടിയൊന്നുമില്ലാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കുന്നുപാറ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. നമുക്ക് പിന്നെ വോൾട്ടേജ് ക്ഷാമം നമ്മൾ പ്രശ്നം. പക്ഷേ കുടിവെള്ളമില്ലാതെ നമ്മൾ കിണർ വെച്ച് ബോറടിച്ചിട്ടും നമുക്ക് അത് കറണ്ടില്ലാതെ നമുക്ക് വെള്ളം കിട്ടില്ലല്ലോ. അപ്പോൾ അതിനുള്ള തക്കത്തെ വോൾട്ടേജ് നമ്മൾ ആ ഭാഗത്ത് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഒരു 10-240 വോൾട്ടേജ് നമുക്ക് വേണം. പക്ഷെ 50-60 അത്രയേ ഉള്ളൂ. പാതിരാത്രിക്കെല്ലാം എണിച്ചിട്ടാണ് നമ്മൾ അവിടെ പിന്നെ ബോറിന് വെള്ളം എടുക്കുന്നത്. അതും ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവിടെ ഉള്ളത്. ആ കുന്നുപാറ പ്രദേശത്ത് ഇപ്പോൾ 10-70-80 കുടികളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് പിന്നെ കുടിവെള്ളമില്ലാതെ നമ്മൾ കിണറ്റിലും വെള്ളമില്ല.
കിണർ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കട മനുഷ്യരെല്ലാം ബോറടിച്ചത്. അപ്പോൾ ആ ബോറടിച്ചിട്ട് പിന്നെ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം എടുക്കാനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതാ. അഭയ, ആശ്രയ, സഹൃദയ, കൈരളി എന്നീ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ 70ഓളം കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളുമാണ് സമരത്തിൽ പങ്കെടുത്തത്. വേനൽ രൂക്ഷമായതോടെ കിലോമീറ്ററുകളോളം താണ്ടി വേണം വെള്ളം കൊണ്ടുവരാൻ. വോൾട്ടേജ് ക്ഷാമം രൂക്ഷമായതോടെ വീട്ടുപകരണങ്ങളൊന്നും ഉപയോഗിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. ഇനിയും ഉദ്യോഗസ്ഥർ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായുള്ള വേനൽക്കാല പച്ചക്കറി കൃഷി കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കുണ്ടൂരിൽ തുടങ്ങി. വിഷരഹിതമായ പച്ചക്കറിയുടെ ഉൽപാദനമാണ് ലക്ഷ്യം. കൃഷി ഉദ്ഘാടനത്തോടൊപ്പം കർഷക പഠന ക്ലാസും നടത്തി. വിഷലിപ്തമായ പച്ചക്കറിയുടെ ഉപഭോഗം മൂലം കേരളീയ സമൂഹം ഗുരുതരമായ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും അടിമകളായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് കരിന്തളം ഫാർമേഴ്സ് ക്ലബ്ബും കുണ്ടൂർ മുക്കട പ്രദേശങ്ങളിലെ സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, വെജിറ്റബിൾ ഗ്രൂപ്പ് എന്നിവ വിഷരഹിതമായ പച്ചക്കറിയുടെ ഉൽപാദനത്തിന് നാന്ദി കുറിക്കുന്നത്. സംയോജിത നേർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം ഹോസ്ട്രോഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സജീവ് കർത്ത നിർവഹിച്ചു. വിഷാംശം മൂലം നമുക്കുണ്ടാവുന്ന മാരകമായ രോഗങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു ഉദ്ദേശം കൈവരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പച്ചക്കറി കൃഷി നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിക്കുന്നതിന്റെ പ്രായമായി. കരിന്തളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാറക്കോൽ രാജൻ അധ്യക്ഷനായിരുന്നു. ഫാർമേഴ്സ് ക്ലബ്ബ് ചീഫ് പ്രൊമോട്ടർ എം ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. കരിന്തളം വിഇഒ സന്തോഷ് കുമാർ വിത്ത് കിറ്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് നടന്ന കർഷക പഠന ക്ലാസ് PSC റിസോഴ്സ് പേഴ്സൺ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ മൂലകോശത്തിനായി കാത്തിരിക്കുന്നത് തലസീമിയ രോഗബാധിതരായ 6 കുട്ടികൾ. മൂലകോശ നിർണയത്തിനായി കാഞ്ഞങ്ങാട്ട് ക്യാമ്പ് നടന്നു. ജില്ലയിൽ മൂലകോശം മാറ്റിവെച്ച് ജീവൻ നിലനിർത്താനായി കാത്തിരിക്കുന്നത് 6 കുരുന്നുകൾ. 20,000-ൽ ഒരാളിൽ നിന്ന് മാത്രം കണ്ടെത്താനാവുന്ന മൂലകോശ നിർണയത്തിനായി കാഞ്ഞങ്ങാട് ക്യാമ്പ് സംഘടിപ്പിച്ചു. സുഹൃത്ത് സാന്ത്വന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധാത്രിയുമായി സഹകരിച്ചാണ് മൂലകോശ നിർണയ ക്യാമ്പ് നടത്തിയത്. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ നടന്ന ക്യാമ്പിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 100-ലധികം പേർ പങ്കെടുത്തു. മൂലകോശം മാറ്റിവെക്കാൻ തയ്യാറുള്ളവരെ രജിസ്റ്റർ ചെയ്യുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് സിനിമാ സംവിധായകൻ ഡോക്ടർ ബിജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു അനാഥാലയം സന്ദർശിച്ചപ്പോൾ, അനാഥാലയമല്ല വൃദ്ധസദനമാണ് സന്ദർശിച്ചപ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള വൃദ്ധസദനത്തിൽ ഉള്ള അന്തേവാസികൾക്ക് ഒരാൾക്ക് പ്രതിദിനം നമ്മുടെ ഗവൺമെൻറ് നൽകുന്നത് 1060 രൂപയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. 1060 രൂപയ്ക്ക് ഒരു വൃദ്ധനെ അല്ലെങ്കിൽ ഒരു വൃദ്ധയെ, ഒരു മുതിർന്ന പൗരനെ, 60 വയസ്സുള്ള മേലുള്ള ആളുകളെ നമ്മൾ സീനിയർ സിറ്റിസൺ ആണ് വിളിക്കുന്നത്. ഐറിഷ് വത്സമ്മ അധ്യക്ഷയായി. ധാത്രി കോർഡിനേറ്റർ MB സാം ജോൺ വിഷയം അവതരിപ്പിച്ചു. കൗൺസിലർ വജ്രേശ്വരി, പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ, ഹോപ്പ് ചെയർമാൻ KS ജയമോഹനൻ, KSU ജില്ലാ പ്രസിഡന്റ് B പ്രദീപ് കുമാർ, SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, A വിഷ്ണുദാസ്, അഡ്വക്കേറ്റ് KG അനിൽ, KP ദർശന തുടങ്ങിയവർ സംസാരിച്ചു. KV ജിജു സ്വാഗതം പറഞ്ഞു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വിദ്യാനഗറിൽ നടന്നു. സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷം മുമ്പ് ഇതേ ഹാളിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചു. അന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടവരുടെ അടുത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ആരുടെ കർണങ്ങളിലാണോ അത് ഞാൻ അതിൻ്റെ ശ്രദ്ധ, ആ കാര്യത്തിൽ ആരുടെ കർണങ്ങളിൽ നിന്നാണോ ശ്രദ്ധ വേണ്ടത്, ആ കർണങ്ങളിൽ ഞാനത് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഗോപാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. OM ഷഫീഖ്, TKP മുസ്തഫ, K ശ്രീനിവാസൻ, P മോഹനൻ, PV അബ്ദുൽ ഖാദർ, C രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. വലിയ പറമ്പ് മാടക്കാൽ വാർഡ് UDF-നും പടന്നയിലെ അഴീത്തല വാർഡ് LDF-ഉം നിലനിർത്തി. കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വലിയ പറമ്പിലെ മാടക്കാൽ വാർഡ് കോൺഗ്രസും പടന്നയിലെ ഒരിയറ വാർഡ് CPM-ഉം നിലനിർത്തി.
വലിയ പറമ്പ് മാടക്കാലിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഹ്റ കെലോത്ത് 84 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPM-ന്റെ കെ ബിന്ദുലേഖയെ പരാജയപ്പെടുത്തിയത്. സുഹറയ്ക്ക് 462 വോട്ടും ബിന്ദുവിന് 378 വോട്ടും ലഭിച്ചു. കഴിഞ്ഞ തവണ 17 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മെട്ടമൽ ബേബി വിജയിച്ച വാർഡായിരുന്നു മാടക്കാൽ. ഇത്തവണ UDF സീറ്റ് നിലനിർത്തുകയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മെട്ടമൽ ബേബിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് മാടക്കാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. പടന്ന പഞ്ചായത്തിലെ അഴിത്തല വാർഡിൽ 390 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് CPM സ്ഥാനാർത്ഥി PV വത്സല വിജയിച്ചത്. വത്സലയ്ക്ക് 497 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ PV ശോഭയ്ക്ക് 107 വോട്ടും ലഭിച്ചു. BJP സ്ഥാനാർത്ഥി KP രുക്മിണി 63 വോട്ട് നേടി. കഴിഞ്ഞ തവണത്തെ 244 എന്ന ഭൂരിപക്ഷം CPM 390 വർദ്ധിപ്പിച്ചു. അധ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന പ്രൊഫസർ CH അഹമ്മദ് ഹുസൈനെ ശനിയാഴ്ച ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അധ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന പ്രൊഫസർ CH അഹമ്മദ് ഹുസൈനെ സുഹൃത്തുക്കൾ ഒരുക്കുന്ന സ്നേഹക്കൂട്ടായ്മ 11 നടക്കും. ചെട്ടുംകുഴി KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ സൊവേനിയർ പ്രകാശനത്തോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും. കോൺഫെഡറേഷൻ ഓഫ് സഹോദയ സ്കൂൾ കോംപ്ലക്സ് കേരള പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സൊവേനിയർ പ്രകാശനം ചെയ്യും. NA ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ NA അബൂബക്കർ സൊവേനിയർ ഏറ്റുവാങ്ങും. RMU സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ UT ഇഫ്തിഖാർ അലി മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് വിദ്യാഭ്യാസ സെമിനാർ നടക്കും. സുഭാഷ് ചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മംഗലാപുരം ജില്ലാ കമ്മീഷണർ AB ഇബ്രാഹിം മുഖ്യാതിഥിയായിരിക്കും. KP രാമനുണ്ണി, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഡോക്ടർ ഖദീജ മുംതാസ്, P സുരേന്ദ്രൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് ഡോക്യുമെന്ററി പ്രകാശന കർമ്മം നടക്കും. കണ്ണൂർ സർവകലാശാല വൈസ് ചെയർമാൻ ഖാദർ മാങ്ങാത്ത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ളയ്ക്ക് ഡോക്യുമെന്ററി നൽകി പ്രകാശനം നിർവഹിക്കും. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി E അഹമ്മദ് MP ഉദ്ഘാടനം ചെയ്യും. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ ഉപഹാരം സമർപ്പിക്കും. ആലക്കോട് ലീലാകൃഷ്ണൻ, M ജയരാജൻ എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തും. MP-മാരായ ET മുഹമ്മദ് ബഷീർ, P കരുണാകരൻ, MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുറസാഖ്, ചെർക്കളം അബ്ദുള്ള, അഡ്വക്കേറ്റ് CK ശ്രീധരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രൊഫസർ CH അഹമ്മദ് ഹുസൈൻ സാർ അദ്ദേഹത്തിൻ്റെ അധ്യാപക ദിനത്തിലെ 50ാം വാർഷികമാണ് KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓർഗനൈസേഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ PTM കമ്മിറ്റിയും ചേർന്നുകൊണ്ട് പരിപാടി ഏപ്രിൽ 14 സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇയാമത് സാഹിബാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതോടനുബന്ധിച്ചുകൊണ്ട് MLA-മാരും MP-മാരും വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ KS അൻവർ സാദത്ത്, AB ഷാഫി, അബ്ദുള്ള കുഞ്ഞി നജാത്ത്, പ്രൊഫസർ ശ്രീനാഥ്, ഷെരീഫ് കാപ്പിൽ, ഫാറൂഖ് കാസിമി, ഹാരിഷ് പട്ല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചരിത്രപ്രസിദ്ധമായ കമ്മാടം മഖാമുറൂസ് 9 മുതൽ 13 വരെ തീയതികളിൽ നടക്കും. കമ്മാടം വലിയുല്ലാഹി നഗറിൽ നടക്കുന്ന ഉറൂസിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നിരവധി കറാമത്തുകളാൽ പ്രസിദ്ധമായ കമ്മാടം മഖാമുറൂസിന് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ അബ്ദുൾ റഹ്മാൻ സാഹിബ് കമ്മാടത്ത് പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നെരോത്ത് പെരട്ടൂർ കുലോം ഭഗവതി ക്ഷേത്ര സ്ഥാനികരുടെ സംഗമം നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മെട്രോ മുഹമ്മദ് ആജി ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണിക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം നിർവഹിക്കും. അതേ ദിവസം KP അബ്ദുറഹ്മാൻ സാഹിബ് മുത്തവല്ലി കമ്മാടം മുസ്ലിം ജമാഅത്തിന്റെ അവരുടെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനം ജനാബ് മെട്രോ മുഹമ്മദ് ആജി കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. തുടർന്ന് മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി അഡ്വക്കേറ്റ് T സിദ്ദീഖ്, ഡോക്ടർ VPP മുസ്തഫ, ജനാബ് ബഷീർ വെള്ളിക്കോത്ത്, ബഷീർ ആറങ്ങാടി, നെരോത്ത് പെരട്ടൂർ കുലോം ക്ഷേത്ര ഭാരവാഹി P രഘുനാഥ്, പരപ്പ പ്രൊഫസർ P രഘുനാഥ്, പരപ്പ ശ്രീ തളിക്ഷേത്ര കമ്മിറ്റി ബാലം മാസ്റ്റർ. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കുളത്തിങ്കാൽ അഹമ്മദ് മൗലവി, KK താജുദ്ദീൻ, UV അബ്ദുൾ റഹ്മാൻ, സുൽഫിക്കർ എന്നിവർ പങ്കെടുത്തു. കേരള NGO സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വിലക്കയറ്റത്തിനെതിരെയാണ് സമരം നടത്തിയത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘത്തിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. 10ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, തസ്തികകൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, പെൻഷൻ പ്രായം 60ആയി ഏകീകരിക്കുക, ബസ് ചാർജും നിത്യോപയോഗ സാധനങ്ങളുടെ വിലകളും കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. NGO സംഘ് സംസ്ഥാന സെക്രട്ടറി P. പീതാംബരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ സർക്കാർ നടത്തിയ ബജറ്റ് സമ്മേളനം അടിയും പിടിയും കടിയും ഗുലുമാലും വിവാദങ്ങളും കൊണ്ട് അവസാനിപ്പിച്ചെങ്കിലും ഈ ബജറ്റിൽ കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിനു വേണ്ടി യാതൊരു വിധത്തിലുള്ള തുകയും നീക്കിവെച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിലെ ബജറ്റും അതുപോലെ തന്നെ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനും മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ തല്ലിത്തകർത്തുകൊണ്ടാണ്. കേരളത്തിലെ ജീവനക്കാർക്ക് ഏറെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന 2014 ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുത്തേണ്ട ഈ ശമ്പള പരിഷ്കരണം എന്ന സ്വപ്നം പൂവണിയാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയോടുകൂടിയാണ് നാം കാത്തിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് M. നാരായണ അധ്യക്ഷത വഹിച്ചു. M. ബാബു, K. രാജൻ, വിഘ്നേശ്വർ ഭട്ട്, K. കരുണാകരൻ, പൂവപ്പ ശെട്ടി, ശിവനായക്, സുരേഷ് K, ഗംഗാധരൻ, K. രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് നഗരസഭയിലെ UDF ഭരണസമിതിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM കാസർഗോഡ്, വിദ്യാനഗർ എന്നീ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ ഒരു കാലത്ത് വിഷമഴയായി പെയ്തു. എപ്പോഴാണ് പ്രക്ഷോഭം വന്നത്? വളരെ വൈകിട്ടാണ്. ഞാൻ പറയുന്നത് ഈ കാസർഗോഡ് ഗ്രാമപ്രദേശങ്ങൾ നിഷ്കളങ്കരായ ജനങ്ങൾ എല്ലാ വർഷവും വിട്ടത് ഞാൻ പറയുന്നു. ആ നിഷ്കളങ്കരായ ജനങ്ങളുടെ നല്ല മനോഭാവത്തെ, നല്ല മാനസികാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഈ കെടുകാര്യത്തെ മുഴുവൻ ഈ നാട്ടിൽ നടക്കുന്നത്. അത് ജനങ്ങളോട് പറയാനാണ് ഞങ്ങൾ വെച്ചത്. ഇത് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചെറിയ ഇതന്നെയാണ്. ഞങ്ങൾക്ക് അത്രേ വോട്ടുള്ളൂ, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വോട്ടല്ല പ്രശ്നം. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് വികസന കാര്യത്തിൽ പ്രസംഗിച്ചാൽ പോരാ, ഞങ്ങൾ നടത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിദ്യാനഗർ ലോക്കൽ സെക്രട്ടറി PV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TK രാജൻ, M. സുമതി, K. ഭാസ്കരൻ, P. ദാമോദരൻ, P. ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, നഗരമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുക, പൊട്ടിപ്പൊളിഞ്ഞ സെപ്റ്റിക് ടാങ്കും ചോർന്നൊലിക്കുന്ന മേൽക്കുരയുമായി അപകടാവസ്ഥയിലായ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം നന്നാക്കുക, അടച്ചിട്ട ടൗൺ ഹാൾ പണിപൂർത്തിയാക്കി ഉടൻ തുറന്നുകൊടുക്കുക, നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഏക്കറുകളോളം വയലുകൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ യുവാക്കളുടെ കൂട്ടായ്മ. തിമിരി കൊരയിച്ചാൽ ഒരുമ പുരുഷ സ്വയം സംഘം പ്രവർത്തകരാണ് മാതൃകാപരമായ പ്രവർത്തനവുമായി രംഗത്തെത്തിയത്. കുട്ടമത് തിമിരി പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏക്കറുകളോളം വരുന്ന പാടശേഖരത്തിൽ നിന്ന് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇവർക്ക് ശേഖരിക്കാനായത്. വയലുകൾക്കിടയിലൂടെ ഒഴുകുന്ന തോടിൽ നിന്നാണ് മഴക്കാലമാകുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ വയലുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒപ്പം മദ്യപാന്മാരും വയലുകളിലേക്ക് കുപ്പികൾ വലിച്ചെറിയുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാരണം കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായതോടെയാണ് ഒരുമയുടെ പ്രവർത്തകർ വയൽ ശുചീകരണവുമായി രംഗത്തെത്തിയത്. KK വേണു, CP മുരളി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ 15ഓളം പേർ പങ്കെടുത്തു. ഒരുമ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ രാവിലെ 7 മണി മുതൽ ഇതുവരെ ഒരു 1000ഓളം കുപ്പി നമ്മൾ പറക്കിയിട്ടുണ്ട്. മദ്യപിച്ച് രാത്രി കാലങ്ങളിൽ തോടിൽ നിക്ഷേപിച്ച കുപ്പികളാണ്. ഒരുപാട് പൊളിഞ്ഞിട്ടുണ്ട്. ഇത് സാമൂഹ്യ ദ്രോഹത്തിന് വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയായതുകൊണ്ട് നമ്മൾ സ്വയം മുന്നിട്ടിറങ്ങിയ ഒരു പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ടാണ് രാവിലെ എല്ലാവരും വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറായത്. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗത്തിനായി എത്തിച്ചു നൽകും. കിഴക്കുംകര ചിരിച്ചൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം സമാപിച്ചു. ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി. ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ കിഴക്കുംകര ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം സമാപിച്ചു. തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട് ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചെരിച്ചൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പടിഞ്ഞാറേക്കര ജനകീയ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിരക്കളിയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി.
മലകയറ്റൽ ചടങ്ങോടെയാണ് മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. दिल से दिल अटैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे, साड़ी के फॉल सा कभी मैच किया रे. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോട്ടറി മേഖലയെ സംരക്ഷിക്കാൻ നടപടി വേണം. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഓണറേറിയം മുടങ്ങിയതിൽ പ്രതിഷേധം. ആശാ വർക്കർമാർ കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാവണേശ്വരം കുന്നുപാറയിൽ വൈദ്യുതി കിട്ടാക്കനി. സെക്ഷൻ ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ജില്ലയിൽ മൂലകോശത്തിനായി കാത്തിരിക്കുന്നത് 6 കുരുന്നുകൾ. മൂലകോശ നിർണയത്തിനായി സുഹൃത്തിന്റെ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ക്യാമ്പ് ഒരുക്കി. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് സമാപനം. ചരിത്രപ്രസിദ്ധമായ കമ്മാടം മഖാമുറൂസിന് തുടക്കമായി. കിഴക്കുംകര ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ടോത്സവത്തിന് സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.